എവിക്ഷൻ്റെ പ്രോമോ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് നടക്കുന്ന നാടകീയ സംഭവം എന്ത്? ഈ എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തു പോകുന്നത് ആര്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എവിക്ഷൻ പ്രോമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാതെ ഫോളോ ചെയ്യണം. പിന്നെ വീഡിയോ കാണാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. പ്രോമോയിൽ ഇപ്രകാരമാണ് പറയുന്നത്. ലാലേട്ടൻ വരുന്നു, എന്നിട്ട് പറയുന്നു നമുക്ക് ഇപ്രാവശ്യത്തെ എവിക്ഷനിലേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നതാണ്. എവിക്ഷനുള്ള മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു ലക്ഷ്മി, സാബുമാൻ, ഓനേൽ, അനുമോൾ ഇത്രയും പേര് നിൽക്കുക, ബാക്കി എല്ലാവരും ഇരുന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി എല്ലാവരും ഇരിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു ഇപ്രാവശ്യത്തെ എവിക്ഷൻ ഒരു വീഡിയോയിലൂടെയാണ് കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ വരുന്നയാൾ എൻ്റെ അടുത്തേക്ക് വരാമെന്ന് മാത്രമാണ് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികളുടെ മുഖത്തെല്ലാം വിഷമമായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് നമ്മുടെ പ്ലാസ്മ ടി വിയിൽ, അതായത് പ്ലാസ്മ ടി വിയിൽ ഇവരുടെ, അതായത് ലക്ഷ്മിയുടെയും സാബുമാൻ്റെയും ഒനേലിൻ്റെയും അനുമോളുടെയും ഫോട്ടോസ് ഇങ്ങനെ പ്ലാസ്മ ടി വിയിൽ ഇങ്ങനെ മാറി 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 ഇങ്ങനെ പോകുന്നു. ഓരോരുത്തരുടെ ഫോട്ടോ ഇങ്ങനെ മാറി 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 പോകുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ അനുമോള് പ്രാർത്ഥിക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ മുഖത്തൊക്കെ വിഷമമാണ്. സാബുമാൻ്റെ മുഖത്ത് സാബുമാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓനേലും ഇങ്ങനെ കൈ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കില്ല, അതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിഷമിച്ചിട്ട്. അങ്ങനെ നിൽക്കുന്നൊരു സീനറിയാണ് നമുക്ക് പ്രമോനകത്ത് കാണിക്കുന്നത്. ബാക്കി എല്ലാവരും ടെൻഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് പ്രമോ അവസാനിക്കുന്നത്. ഈ ഒരു എവിക്ഷനിലൂടെ പുറത്തേക്ക് പോകുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒനേലാണ്. ഒനേലിൻ്റെ പേരാണ് ആ പ്ലാസ്മ ടി വിയിൽ തെളിഞ്ഞു വരിക. ഒനേൽ എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ടാണ് തെളിഞ്ഞു വരിക. ഇതാണ് സംഭവിക്കാൻ പോകുന്ന നാടകീയ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഒനേലാണ് ഈ എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തേക്ക് പോകുന്ന ആ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും അൺഫെയർ എവിക്ഷൻ തന്നെയാണ് ഒനേലിൻ്റെ. എന്ത് ചെയ്യാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് പ്രേക്ഷകരുടെ വിധിയാണ്, നമുക്കൊന്നുമേ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളാണ് വോട്ട് ചെയ്ത് തീരുമാനിക്കുന്നത്, നമ്മളൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.